ഒരു അധ്യാപകൻ പ്രൈമറി ക്ലാസ്സിൽ ഗുണന പട്ടിക നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികളെ ഓരോരുത്തരെയായിട്ട് ക്ലാസിന്റെ മുന്നിലേക്ക് വിളിച്ചിട്ട് ഈ അധ്യാപകൻ നിങ്ങൾ കാണാപ്പാഠം പഠിച്ച ഗുണന പട്ടിക ഒന്ന് ഉറക്കെ പറയൂ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഒരു കുട്ടി 11 വരെയുള്ള സംഖ്യകളുടെ പട്ടിക കൃത്യമായിട്ട് പറഞ്ഞു. 12ന്റെ പട്ടികയാവുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറിയ തെറ്റുകളൊക്കെ അവനും പറ്റാൻ തുടങ്ങി. ഇതോടെ ക്ലാസ്സിൽ നിന്ന് അടക്കി പിടിച്ച ചിരിയും കളിയാക്കലും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോഴേക്കും കുട്ടിക്ക് ആകെ ടെൻഷനായി, അവൻ ആകെ പതറിപ്പോയി. കുറച്ചു നേരം ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് അധ്യാപകൻ ആ കുട്ടികളോട് പറഞ്ഞു, ഈ കുട്ടി 11 വരെയുള്ള സംഖ്യകളുടെ പട്ടിക കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും അവനെ അഭിനന്ദിച്ചില്ല. പക്ഷേ 12 ആയപ്പോൾ അവന് ചെറിയ തെറ്റൊക്കെ വരാൻ തുടങ്ങി. നിങ്ങൾ കളിയാക്കാനും തുടങ്ങി. ജീവിതവും അങ്ങനെയാണ്. നിങ്ങൾ 100 ശരി ചെയ്താലും നിങ്ങളെ ആരും അഭിനന്ദിക്കണമെന്നില്ല. എന്നാൽ നിങ്ങൾ ഒരേ ഒരു തെറ്റ് ചെയ്താൽ മതി, വിമർശിക്കാനും ആക്ഷേപിക്കാനും പരിഹസിച്ച് ചിരിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാകും. അതുകൊണ്ട് വിമർശനങ്ങളെ ശ്രദ്ധിക്കാതെ ലക്ഷ്യത്തിൽ ഉറച്ച് സധൈര്യം മുന്നോട്ട് പോവുക എന്നതാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഗുണപാഠം. അപ്പോൾ നമ്മുടെ ശരിയെ മുറുകെ പിടിച്ച് സധൈര്യം എല്ലാവരും മുന്നോട്ട് പോവുക.